നമ്മൾ പ്രഡിക്റ്റ് ചെയ്തായിരുന്നെങ്കിലും മാർവൽ ഫാൻസിന് ഒരു പരിധി വരെ ഷോക്ക് ഏകുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ മൂവിയുടെ ഭാഗത്തുനിന്നും നമ്മൾ കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മൂവിയിലെ എൻഡിങ്ങുമായി ബന്ധപ്പെട്ടും പലർക്കും ചില കൺഫ്യൂഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു മൂവിയുടെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനും തന്നെയാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. എൻഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു മൂവിയിൽ പല ഭാഗങ്ങളിലായി നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും സൂസ്റ്റോമിന്റെ നേതൃത്വത്തിൽ മോൾമാന്റെ കീഴിലുള്ള സെപ്റ്ററേനിയ എന്ന അണ്ടർഗ്രൗണ്ട് വേൾഡും ഭൂമിക്ക് മുകളിലുള്ള മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന ട്രീറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ അവിടെ ലെറ്റ്വീരിയനെ ഫോക്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലെറ്റ്വീരിയ എന്നത് ഡോക്ടർ ഡൂമിന്റെ കീഴിലുള്ള ഒരു കിങ്ഡം തന്നെ. എന്നാൽ അവിടുന്ന് ആരും തന്നെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടില്ല എന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. മൂവിയുടെ അവസാനവും ഇതുപോലെ തന്നെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴും ലെറ്റ്വീരിയനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരും തന്നെ വരുന്നില്ല. മേ ബി മറ്റുള്ള രാജ്യങ്ങളുടെ നിയമം തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലായിരിക്കാം ഡോക്ടർ ഡൂം അവിടെ വഴി നടത്തുക. അതുപോലെ സിൽവർ സഫറും ഗലാക്ടസും വന്നപ്പോൾ ഡോക്ടർ ഡൂം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമേറിയത് തന്നെ. ഇനി എർത്തിലുള്ളവർക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് സിൽവർ സഫർ വരുന്നത്. അതായത് ഗലാക്ടസ് ഈ ഒരു ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് അതിനു മുമ്പേ ഉള്ള ജീവിച്ചിരിക്കുന്ന കാലം മാക്സിമം എൻജോയ് ചെയ്യൂ എന്ന് തന്നെയാണ് സിൽവർ സഫർ ഒരു വാണിംഗ് ആയി വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതിനുശേഷമായി ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഭയക്കുന്ന ഫാന്റാസ്റ്റിക് ഫോർ റീഡ് റിച്ചാർഡ്സിന്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു റിസർച്ച് നടത്തുകയും അതിൽ നിന്നുമായി ഒരുപാട് പ്ലാനറ്റുകൾ ഇതിനു മുമ്പേ നശിച്ചു പോയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗലാക്ടസ് ഭൂമിയെ ഇൻവേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഗലാക്ടസിന്റെ അടുത്തേക്ക് പോയി ഒരു നെഗോസിയേഷന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനായി ഗലാക്ടസിന്റെ ഷിപ്പിലേക്ക് വരുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ കാണുകയും ഈ ഒരു ടൈമിൽ തന്നെ അവരുടെ ബോഡി പൂർണ്ണമായി അനലൈസ് ചെയ്യുന്ന ഗലാക്ടസ് സൂസ്റ്റോമിന്റെ ഉള്ളിലുള്ളത് ഒരു സാധാരണ കുട്ടിയല്ല, മറിച്ച് വളരെ വലിയൊരു കോസ്മിക് എൻറ്റിറ്റി ആണെന്ന് തിരിച്ചറിയുകയും എർത്തിന് പകരമായി ഫ്രാങ്കലിനെ തനിക്ക് വിട്ടുതരണമെന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ 6th കോസ്മോസിന് ശേഷം 7th കോസ്മോസ് ക്രിയേറ്റ് ആയപ്പോൾ എങ്ങനെയാണോ ഗാലൻ ഗലാക്ടസ് ആയി മാറിയത്, അതുപോലെ തനിക്ക് ശേഷം തന്റെ സക്സസർ ആയിട്ടാണ് ഫ്രാങ്കലിനെ ഇവിടെ ഗലാക്ടസ് തീരുമാനിക്കുന്നത്. അതായത് ബില്യൺ കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഗലാക്ടസിന്റെ എറ്റേണൽ ഹങ്കർ എങ്ങനെയാണോ നേച്ചറിനെ ബാലൻസ് ചെയ്യുന്നത്, ആ ഒരു ജോലി ഗലാക്ടസിന് മടുത്തത് കൊണ്ട് തനിക്ക് ശേഷമായി മറ്റൊരാളെ ഇപ്പോൾ ഗലാക്ടസ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് 6th കോസ്മോസിനും 7th കോസ്മോസിനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജ് ആയിരുന്നു ഗലാക്ടസ്. അതുപോലെ ഇപ്പോഴുള്ളതിനും അടുത്തതായി വരാതിരിക്കുന്ന കോസ്മോസിനും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആക്കി ഫ്രാങ്കലിനെ മാറ്റുവാനാണ് ഗലാക്ടസ് ഇവിടെ പരിശ്രമിക്കുന്നത്. ആക്ച്വലി കോമിക്സിലും ഇതുപോലെ തന്നെ ഒരു കാര്യം സംഭവിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു യൂണിവേഴ്സുകളെല്ലാം പൂർണ്ണമായി നശിക്കുന്ന ടൈമിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗലാക്ടസും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സും മാത്രമാണ്. അങ്ങനെ ഗലാക്ടസിന് ശേഷം ഗലാക്ടസിന്റെ മാൻഡിൽ എടുത്തണിയുന്ന ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് പുതുതായി ജനിക്കാനിരിക്കുന്ന കോസ്മോസിന്റെ എനർജി സോഴ്സ് ആയി മാറുകയും ചെയ്യുന്നു. മേ ബി ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും ഒരുങ്ങാൻ പോകുന്നത്. ഓൾറെഡി മാർവൽ ഒരു സോപ്പ് റീബൂട്ടിലേക്ക് പോവുകയാണെന്ന് കൺഫേം ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സീക്രട്ട് വാർസിന്റെ അവസാനം പുതുതായി ഡെവലപ്പ് ആകുന്ന മാർവൽ യൂണിവേഴ്സിന്റെ എനർജി റിസോഴ്സ് ആയി ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് മാറുവാനും സാധ്യതകൾ വളരെയേറെ. ഇനി മൂവിയുടെ എൻഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സൂസ്റ്റോം തന്റെ ഉള്ളിലുള്ള മുഴുവൻ എനർജിയും പുറത്തെടുത്ത് റീചാർജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പോർട്ടലിലൂടെ ഗലാക്ടസിനെ യൂണിവേഴ്സിന്റെ മറ്റേതോ കോണിലേക്ക് തള്ളിയിടുന്നതായി കാണിക്കുന്നു. അതിൽ സിൽവർ സഫറിനും ഒരു റിഡംഷൻ ആർക്ക് കൊണ്ടുവന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഗലാക്ടസിനെ പോർട്ടൽ ക്ലോസ് ആവുന്നതോടെ വരെ അതിനുള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. തന്റെ എനർജി പൂർണ്ണമായും യൂസ് ചെയ്ത് തന്റെ മകനെ രക്ഷിക്കുന്നെങ്കിലും സൂസ്റ്റോം അവിടെ മരണപ്പെടുകയാണ്. റീഡ് പലതവണ ശ്രമിക്കുന്നെങ്കിലും സൂസ്റ്റോമിന്റെ മരണം അവിടെ കൺഫേം ചെയ്യുന്നു. പിന്നീട് ഇമോഷണലി തന്റെ മകനായ ഫ്രാങ്കലിനെ സൂസ്റ്റോമിന് അരികിൽ വെക്കുമ്പോൾ ഫ്രാങ്കലിന്റെ പവർ ഫ്രാങ്കലിൻ പോലും അറിയാതെ പാസ് ചെയ്തുകൊണ്ട് സൂസ്റ്റോമിന്റെ ജീവൻ തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരുന്നതും. അതായത് ഫ്രാങ്കലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉറങ്ങിക്കിടക്കുന്ന തന്റെ അമ്മ എണീക്കണമായിരുന്നു. അതിനുവേണ്ടി ഫ്രാങ്ക്ലിൻ ശ്രമിച്ചപ്പോൾ ഇൻഡയറക്റ്റ് ആയി മരണപ്പെട്ടു പോയ സൂസ്റ്റോം തിരിച്ചു വരുന്നു. അതായത് ഇൻഡയറക്റ്റ് ആയി ഫ്രാങ്ക്ലിൻ എത്രത്തോളം ഓവർപവേർഡ് ആണെന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. എന്തിനേറെ പറയുന്നു, കോമിക്സിൽ ഒരു ഘട്ടത്തിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ കളിക്കുവാൻ വേണ്ടി ഒരു പുതിയ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത ആളാണ് ഫ്രാങ്ക്ലിൻ. ഈ ഒരു പവർ ലെവൽ നമുക്ക് കൺവേ ചെയ്യുവാനാണ് ഈ ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഇനി പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഇവന്റുകൾക്ക് 4 വർഷങ്ങൾക്ക് ശേഷം ബാസ്റ്റർ ബിൽഡിംഗിൽ ഫ്രാങ്ക്ലിനോടൊപ്പമുള്ള സൂസ്റ്റോം ഫൺ ആയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് എടുക്കുവാനായി അകത്തേക്ക് പോകുമ്പോൾ ഹെർബി ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ ബുക്ക് എടുത്ത് ഈ ഒരു ബുക്ക് കൊച്ചിന് കൊടുക്കെന്ന് പറയുമ്പോൾ അവൻ അതൊക്കെ ഇന്നലെ വായിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് സൂസ്റ്റോം പറയുന്നത്. ചുരുക്കത്തിൽ 4 വയസ്സുള്ള ഒരു കുട്ടി എവല്യൂഷന്റെ ബുക്കേ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റീഡ് റിച്ചാർഡ്സിന്റെ ഇന്റലിജൻസും അതേപടി തന്നെ ഫ്രാങ്ക്ലിന് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഒരു ഫൺ ആയിട്ടുള്ള ഒരു ബുക്കും എടുത്തുകൊണ്ട് സൂസ്റ്റോം റൂമിലേക്ക് വരുമ്പോൾ ഒരു ടൈം ഡോർ ഓപ്പൺ ആവുന്ന സൗണ്ട് കേൾക്കുന്നു. ഏകദേശം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വന്നിട്ടുണ്ടായിരുന്ന റീഡ് റിച്ചാർഡ്സിന്റെ ടൈം ഡോറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് അവിടെ കേൾക്കുന്നത്. ഓർ മേ ബി ടിവിയുടെ ഒരു ടൈം ഡോറും ആകാം. എന്തായാലും സൗണ്ട് കേട്ട് അലർട്ടായി ഉള്ളിലേക്ക് വരുന്ന സൂസ്റ്റോം കാണുന്നത് സാക്ഷാൽ വിക്ടർ വാൻ ഡൂം അഥവാ ഡോക്ടർ ഡൂമിനെയാണ്. ഈ ഒരു ടൈമിൽ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും മാസ്ക് ഊരി ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഈ ഒരു ടൈമിൽ ഫ്രാങ്ക്ലിൻ തന്റെ കൈകൾ കൊണ്ട് വിക്ടറിന്റെ മോഹം തലോടുന്ന രീതിയിലും കാണിക്കുന്നുമുണ്ട്. ഇവിടെ നിന്നും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന
ചെറിയൊരു തിയറി തന്നെയാണ്. മേ ബി ഈ ഒരു ടൈമോട് കൂടി സൂസ്റ്റോം എങ്ങനെയാണോ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്, അതുപോലെ തന്നെ ഫ്രാങ്കിളിന്റെ ഒരു നിമിഷത്തെ തോട്ടോടുകൂടി ഡോക്ടർ ഡൂമിന്റെ ഫേസിലുള്ള സ്കാർ എല്ലാം റിമൂവ് ആയി ക്ലിയർ വേർഷനിലുള്ള RDJയുടെ ഫേസ് വരുവാനും സാധ്യതകളേറെ. എന്തായാലും RDJനെ ഇത്രയധികം പൈസകൾ മുടക്കി മാർവലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് ഈ ഒരു ഫേസ് വേസ്റ്റ് ആക്കാതിരിക്കുവാൻ മാർവൽ ചെയ്തൊരു ബുദ്ധിയാണോ ഇതെന്നും എനിക്കൊരു സംശയമില്ലാതെ ഇല്ല. അതുപോലെ വളരെയധികം സർപ്രൈസ് ആയ രീതിയിൽ തന്നെയാണ് സൂസ്റ്റോം ഫ്രാങ്കിളിനെ ഡോക്ടർ ഡൂമിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഫാന്റാസ്റ്റിക് ഫോർ മൂവിയുടെ ഇവന്റുകൾ നടക്കുന്ന ടൈമിൽ ഡോക്ടർ ഡൂം ആ ഒരു റിയാലിറ്റി തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നടക്കുമ്പോഴും ലെറ്റ്വീരിയനെ റെപ്രസെന്റ് ചെയ്ത് ആരും തന്നെ അവിടെ വന്നിട്ടില്ല. മാത്രമല്ല ഗലാക്ടിസ് അറ്റാക്ക് ചെയ്ത ടൈമിൽ പോലും ഡോക്ടർ ഡൂമിന്റെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ ഇവന്റുകൾക്കെല്ലാം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ഡൂം റിട്ടേൺ ചെയ്യുന്നത്. മേ ബി ഈ ഒരു മൂവിയുടെ കാര്യങ്ങൾ നടക്കുന്ന പാരലൽ ടൈമിൽ തന്നെ ആയിരിക്കാം പല റിയാലിറ്റികളിലായി ഡോക്ടർ ഡൂം തന്റെ ഈവിൾ പ്ലാനുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഈസി ആയിട്ട് കാണിച്ചു തരാവുന്നതാണ്. മാത്രമല്ല തണ്ടർബോൾട്സ് മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇതും എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയെന്നും കൃത്യമായിട്ട് നമ്മളെ ഇവിടെ കാണിച്ചു തരുന്നുമില്ല. എന്തായാലും ഈ 2 സീൻസും റൂസോ ബ്രദേഴ്സ് ഷൂട്ട് ചെയ്തതാണെന്ന് ഓൾറെഡി കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേ മൂവിയിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സീക്വൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിന് ശേഷമായി വന്നിട്ടുണ്ടായിരുന്ന എൻഗ്രിഡ് സീൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും റെഡ് ഗോസ്റ്റുമായിട്ട് നടത്തുന്ന ഒരു ആനിമേറ്റഡ് ഫൈറ്റ് സീൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവിയിൽ ആക്ച്വലി റെഡ് ഗോസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. മേ ബി ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് ഒരു റിഡംഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കാം ഇവിടെ കാണിച്ചിട്ടുള്ളതും. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു മൂവിയിൽ ആക്ഷൻ സീക്വൻസ് വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മേ ബി ഒരു 5 to 10 മിനിറ്റ്സ് എടുത്താലും റെഡ് ഗോസ്റ്റുമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ മിഡ് ക്രെഡിറ്റ് സീനിലൂടെ RDJയുടെ ഫേസ് കൃത്യമായി റിവീൽ ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു സങ്കടം. കാരണം ഇനിയും 1.5 വർഷം വെയിറ്റ് ചെയ്യണമല്ലോ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കാണാൻ. മാത്രമല്ല ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം അടുത്ത വർഷം മാത്രമേ മാർവലിന്റെ ഭാഗത്തുനിന്നും ഒരു മൂവി റിലീസ് ആവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാൻസിനെ ജസ്റ്റ് ഒന്ന് ഹാപ്പി ആക്കുന്ന രീതിയിൽ RDJയുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒരു ടീസെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ പേഴ്സണലി കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആയേനെ. മാത്രമല്ല ഗലാക്ടസ് ഇതുവരെ പൂർണ്ണമായും ഡിഫീറ്റ് ആയിട്ടില്ല. യൂണിവേഴ്സിന്റെ മറ്റേതോ കോണിലേക്ക് താൽക്കാലികമായിട്ട് പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ. മേ ബി പുള്ളിക്കാരന്റെ എൻട്രിയും ഉടൻ തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളേറെ. എന്തായാലും ഈ ഒരു മൂവിയുടെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ അത് കമന്റുകളായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.